ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് 30C 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് 30C 5G എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. 10,000 രൂപയ്ക്ക് താഴെ അത് വലിയ കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. HD റെസൊല്യൂഷൻ ഇതിൽ വരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഡൈനാമിക് പോർട്ട് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് iPhone 16 സീരീസിലേതുപോലെയൊക്കെ ആയിരിക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. ഇപ്പോൾ ഡൈനാമിക് ഐഡന്റി പോലുള്ള ഒരു ഫീച്ചറാണ്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ് അത്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ HD റെസൊല്യൂഷൻ വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. പക്ഷെ 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മൊത്തത്തിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാം. ഫുൾ HD റെസൊല്യൂഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 189.2 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8 mm ആണ്. പിന്നെ IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ ഔറോറ ക്ലൗഡ്, അസ്യൂർ സ്കൈ, അതുപോലെ തന്നെ മിഡ് നൈറ്റ് ഷാഡോ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 6300 എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് mediatekന്റെ തിരക്കുകളിലൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസറാണ്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസർ എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ചൊരു പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ ബേസ് വേരിയന്റിൽ 4GB റാമും 64GB ഇന്റേണലുമാണ് വരുന്നത്. 4GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ NFC സപ്പോർട്ടും വരുന്നുണ്ട്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പൊതുവെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ NFC സപ്പോർട്ട് നമുക്ക് കിട്ടാറില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പൊതുവെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സിംഗിൾ സ്പീക്കറാണ് കാണാറ്. പിന്നെ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 48 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX582ന്റെ സെൻസറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു സെൻസറൊക്കെ തന്നെയാണ്. പിന്നെ രണ്ടാമത് ഒരു AI സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നുമില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്ത നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറയാവുന്നതാണ്. പിന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അത്രേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 9,999 രൂപയാണ്. 4GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 10,499 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്. 1000 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10,000 രൂപയ്ക്ക് താഴെ ഒരു 5G ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ടെക്നോ സ്പാർക്ക് 30C 5G എന്ന ഫോണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസർ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ, NFC, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, IP54 റേറ്റിംഗ്, ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പോക്കോടെ ചില ഫോണുകളിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും 5G സപ്പോർട്ടൊക്കെ ഒരുമിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷനിൽ വേറെയും ഫോണുകളുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.